ഇതാണ് 2026 ഏതൊരു ബിഗിനറിനും പഠിക്കാൻ പറ്റിയ ബെസ്റ്റ് പ്രോഗ്രാമിംഗ് ലാംഗ്വേജ്. ബെസ്റ്റ് മാത്രമല്ല, ഈസി ആയിട്ടും പഠിക്കാൻ പറ്റിയ ലാംഗ്വേജ് ആണ്. ഇതിനെപ്പറ്റി നമുക്ക് കുറച്ച് കഴിഞ്ഞിട്ട് സംസാരിക്കാം. അതിനു മുമ്പ് നമുക്ക് കുറച്ച് കാര്യങ്ങൾ നോക്കാം. നിങ്ങളൊരു കംപ്ലീറ്റ് ബിഗിനർ ആണെന്നുണ്ടെങ്കിലും അല്ല കുറച്ചൊക്കെ പ്രോഗ്രാമിംഗ് ട്രൈ ചെയ്തിട്ടുണ്ടെങ്കിലും എപ്പോഴും വരുന്ന ഒരു ഡൗട്ടാണ് ഏത് പ്രോഗ്രാമിംഗ് ലാംഗ്വേജും ഞാൻ നോക്കണം. ജാവ, ജാവാസ്ക്രിപ്റ്റ്, C#, C ഇതുപോലെ 100ഓളം ലാംഗ്വേജസ് ഈ ലോകത്തുണ്ട്. നമ്മൾ ഇതെല്ലാം പഠിക്കാൻ നോക്കിയാൽ ചിലപ്പോൾ നടക്കണമെന്നില്ല. അതുപോലെ തന്നെ പലരുടെയും ഡൗട്ടാണ് ഈ എ ഉള്ള കാലത്ത് ഞാൻ ജസ്റ്റ് എ യൂസ് ചെയ്ത് എന്തെങ്കിലും ബിൽഡ് ചെയ്താൽ പോരെ. അത് മാത്രമല്ല, പല ന്യൂസ് ഹെഡ്ലൈൻസ് നിങ്ങൾ കാണുന്നുണ്ടായിരിക്കും, ഫ്രഷേഴ്സിന്റെ ജോബ് ഓപ്പർച്യൂണിറ്റീസ് ഡിസപ്പിയർ ആവുന്നുണ്ട്. എന്താണ് ആക്ച്വലി ഇന്ത്യയിൽ നടക്കുന്നത്? നമുക്ക് അതിന്റെ റിയാലിറ്റി നോക്കാം. നാസ്കോം ടെക്നോളജി സെക്ടർ ഇന്ത്യയിലെ സ്ട്രാറ്റജിക് റിവ്യൂ 2026 റിപ്പോർട്ട് പ്രകാരം നമുക്ക് മനസ്സിലാവുന്നതാണ് 1.35 lakhs പുതിയ ടെക്നോളജി ജോബ്സ് ഇന്ത്യയിലോട്ട് വരാൻ പോവുകയാണ്. അതും ഫിനാൻഷ്യൽ ഇയർ 2026. അങ്ങനെ 60 ലക്ഷം ടെക്നോളജി ജോബ്സ് ഇന്ത്യയിൽ കാണുമെന്നാണ് ആ റിപ്പോർട്ടിൽ നമുക്ക് കാണാൻ പറ്റുന്നത്. അപ്പോൾ ടെക്നോളജി ജോബ്സ് ഡിസപ്പിയർ ആവുന്നതല്ല, കമ്പനീസ് ആൾക്കാരിൽ നിന്ന് എക്സ്പെക്ട് ചെയ്യുന്ന രീതി മാറിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ കമ്പനീസ് നോക്കുമ്പോൾ നിങ്ങളുടെ റെസ്യൂമിൽ നിങ്ങളൊരു കോഴ്സ് കംപ്ലീറ്റ് ചെയ്തത് കൊണ്ടോ സർട്ടിഫിക്കറ്റ് ഉള്ളത് കൊണ്ടോ അല്ലെങ്കിൽ നിങ്ങൾക്ക് ഒരു 5 പ്രോഗ്രാമിംഗ് ലാംഗ്വേജസ് അറിയാന്ന് പറഞ്ഞ് ആഡ് ചെയ്തിട്ടുണ്ടെന്ന് പറഞ്ഞോ ഒരു യൂസും ഇല്ല. കാരണം നിങ്ങൾക്ക് പ്രോപ്പർലി ഒരു കമ്പനിയുടെ പ്രോബ്ലം സോൾവ് ചെയ്യാൻ പറ്റുമോ ഈ ടെക്നോളജീസ് എല്ലാം യൂസ് ചെയ്ത്? അതിന് പുറത്ത് അതിലെന്തെങ്കിലും എറോസോ ബഗ്സോ വരികയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അത് ഫിക്സ് ചെയ്യാൻ പറ്റുമോ? യൂസ് ചെയ്ത് നിങ്ങൾക്ക് ഫാസ്റ്റ് ആയിട്ട് ഓരോ കാര്യങ്ങൾ ചെയ്യാൻ പറ്റുന്നുണ്ടോ? ഇതൊക്കെയാണ് കമ്പനീസ് നോക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇന്നത്തെ വീഡിയോയിൽ ഞാൻ നിങ്ങൾക്ക് ഒരു 10 പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് പറഞ്ഞ് കൺഫ്യൂസ് ചെയ്യാനല്ല പോകുന്നത്. നിങ്ങൾക്ക് പ്രാക്ടിക്കലായി ചെയ്തു നോക്കാൻ പറ്റുന്ന 3 സ്റ്റാർട്ടിംഗ് പോയിന്റ്സ് ആണ് ഞാൻ നിങ്ങൾക്ക് തരാൻ പോകുന്നത്. സോ ഇറ്റ്സ് മീ ജോബിൻ സെൽവാനോസ്. വെൽക്കം ടു ബ്രോട്ടോടൈപ്പ്. ഈ പ്രോഗ്രാമിംഗ് ലാംഗ്വേജസിനെ പറ്റി പറയുന്നതിന് മുമ്പ് നമുക്ക് ബിഗിനേഴ്സിന് വരുന്ന ഏറ്റവും വലിയ പേടി എന്താണെന്ന് ഞാൻ പറയാം. ഈ ഫ്രഷേഴ്സിന്റെ ജോലിയൊക്കെ പോയോ? ശരിക്കും പോയിട്ടില്ല എന്ന് തന്നെ നമുക്ക് പറയാം. പക്ഷെ ഡെഫിനറ്റ്ലി മുമ്പ് ഒരു ഫ്രഷറിനെ കാണുന്ന രീതിയിലല്ല ഇപ്പോൾ ഒരു ഫ്രഷറിനെ കാണുന്നത്. ആ സ്റ്റാൻഡേർഡിന്റെ ബാർ ഇപ്പോൾ ഒന്ന് റൈസ് ആയിട്ടുണ്ട്. അപ്പൊ അതനുസരിച്ച് ഒരു ബിഗിനർ പ്രിപ്പയർ ചെയ്യേണ്ട കാര്യമുണ്ട്. ഇവിടെ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇന്ത്യൻ ഗ്രാജുവേറ്റ് സ്കിൽ ഇൻഡെക്സ് പ്രകാരം 56% പേര് മാത്രമേ ഒരു ഗ്രാജുവേറ്റ് ആയ ബാച്ചിൽ നിന്ന് എംപ്ലോയബിൾ ആയിട്ടുള്ളൂ. എംപ്ലോയബിൾ എന്ന് പറയുമ്പോൾ അവരിപ്പോൾ ടെക്കിൽ തന്നെ ജോലി ചെയ്യണമെന്നില്ല, വേറെ ഏതെങ്കിലും ജോലി ചെയ്യുന്ന കാര്യവും കൂടെയാണ് ആ ഒരു റിപ്പോർട്ടിലുള്ളത്. അതുപോലെ ഞാൻ പലയിടത്ത് സെഷൻസ് എടുക്കാൻ പോകാറുണ്ട്. ഈവൻ കോളേജസിലും അല്ലാതെ പുറത്തും സെഷൻ എടുക്കാൻ പോകാറുണ്ട്. അവിടെ എനിക്ക് മനസ്സിലായ ഒരു കാര്യമാണ്, ഒരു ക്ലാസ്സിൽ ഏകദേശം 10-ലും താഴെ 10% പോലും കാണത്തില്ല. നിയർലി 5% ആൾക്കാർക്ക് മാത്രമേ റിയലി പ്രോഗ്രാമിംഗ് അറിയത്തുള്ളൂ, നേരെ ചൊവ്വേ പ്രോഗ്രാമിംഗ് ചെയ്യാൻ അറിയത്തുള്ളൂ. ഇതിനെ ബേസ് ചെയ്ത് ഒരുപാട് റിപ്പോർട്ട്സും നമുക്ക് കാണാൻ പറ്റുന്ന കാര്യമാണ്. അപ്പൊ ഇവിടെ നമ്മൾ മനസ്സിലാക്കിയിരിക്കേണ്ട കാര്യം, ഡിഗ്രിയോ സർട്ടിഫിക്കറ്റോ മാത്രം ഉണ്ടായിരുന്നിട്ട് കാര്യമില്ല. കമ്പനീസിന് വേണ്ട പ്രാക്ടിക്കൽ സ്കിൽസ് ആണ് നിങ്ങൾക്ക് വേണ്ടത്. അതിപ്പോൾ നിങ്ങൾ യൂട്യൂബിൽ ഒരു 10 യൂട്യൂബ് വീഡിയോസ് കണ്ടു തീർത്തുന്നുണ്ടെങ്കിലോ, ഇവിടെ കമ്പനീസ് ഒരു ഫ്രഷറിൽ നിന്ന് എക്സ്പെക്ട് ചെയ്യുന്നത് നിങ്ങൾക്ക് പ്രോപ്പർലി ഒരു ആപ്ലിക്കേഷൻ ബിൽഡ് ചെയ്യാൻ പറ്റുമോ, അതിൽ എന്തെങ്കിലും ബഗ്സ് വന്നാൽ, അതായത് എന്തെങ്കിലും എറേഴ്സോ ഇഷ്യൂസോ വരികയാണെന്നുണ്ടെങ്കിൽ അതിനെ ഡീബഗ് ചെയ്ത്, അതായത് ആ പ്രോബ്ലംസിനെയൊക്കെ ഒന്ന് സോൾവ് ചെയ്യാൻ പറ്റുമോ എന്നാണ് നോക്കുന്നത്. അതിൻ്റെ കൂടെ ഇന്നത്തെ കാലത്ത് എല്ലാ കമ്പനീസിനും അറിയാം ChatGPT, ക്ലോഡ്, ഇതുപോലെ ഗിറ്റ്ഹബ് കോപൈലറ്റ് ഇതുപോലത്തെ ടൂൾസ് യൂസ് ചെയ്ത് ഒരു ഡെവലപ്പറിന് 10x പ്രൊഡക്റ്റീവ് ആവാൻ പറ്റും. അപ്പോൾ കൂടുതൽ പണി ചെയ്യാൻ പറ്റുമെന്ന് പറയും. അതുകൊണ്ട് തന്നെ കമ്പനീസ് നിങ്ങൾ ഇതുപോലത്തെ ടൂൾസ് യൂസ് ചെയ്യാൻ അറിയാവുന്ന ഒരാളാണെന്നും എക്സ്പെക്ട് ചെയ്യുന്നുണ്ട്. ഇന്നത്തെ കാലത്തെ അഡ്വാൻറ്റേജ് ഏറ്റവും കൂടുതൽ കോഡ് കൈകൊണ്ട് എഴുതുന്നതല്ല, ഏതിൻ്റെ അടുത്ത് പ്രോപ്പർലി പറഞ്ഞു കൊടുത്ത് പ്രോപ്പർ കോഡ് എഴുതിപ്പിക്കുന്നത് തന്നെയാണ്. പക്ഷേ അവിടെ ഏതെരുന്ന കോഡ് കറക്റ്റ് ആണോ എന്ന് വെരിഫൈ ചെയ്യണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ നോർമൽ രീതിയിൽ പഠിച്ചാൽ മാത്രമേ ഈ ഫണ്ടമെന്റൽസും ക്ലിയർ ആവുള്ളൂ, ഏതിൻ്റെ അടുത്ത് പ്രോപ്പർലി നിങ്ങൾക്ക് സംസാരിക്കാനും പറ്റത്തുള്ളൂ. അതുകൊണ്ട് തന്നെ ഫണ്ടമെന്റൽസ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പൊ ഇനി ഫണ്ടമെന്റൽ എന്ന് പറയുമ്പോൾ നിങ്ങൾ ബേസിക്കലി പഠിച്ചു തുടങ്ങേണ്ടത് പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് തന്നെയാണ്. എന്താണ് ഈ പ്രോഗ്രാമിംഗ് ലാംഗ്വേജ്? ചുരുക്കി ഞാൻ ഒന്ന് പറഞ്ഞുതരാം. പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് എന്ന് പറഞ്ഞാൽ നമ്മൾ കമ്പ്യൂട്ടറുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നതാണ്. കമ്പ്യൂട്ടറിനെ ആകെ അറിയാവുന്നത് 0ഉം 1ഉം ആണ്. അപ്പൊ എങ്ങനെ നമുക്ക് ഒരു കളർ ഇവിടെ വരണം, അല്ലെന്നുണ്ടെങ്കിൽ ഇത് ക്ലിക്ക് ചെയ്യുമ്പോൾ ആഡ് ടു കാർട്ട് ചെയ്യണം, പർച്ചേസ് ചെയ്യണം, പേയ്മെന്റ് അടക്കണം, ഇതൊക്കെ എങ്ങനെയാണ് മനസ്സിലാക്കി വെച്ച് കൊടുക്കുക? ഇതിനു വേണ്ടിയാണ് പ്രോഗ്രാമിംഗ് ലാംഗ്വേജസ് യൂസ് ചെയ്യുക. നമ്മൾ ഇംഗ്ലീഷും പിന്നെ കുറച്ച് സിമ്പിൾസ് ഒക്കെ ഉള്ള ഒരു ലാംഗ്വേജിൽ നമ്മൾ ലോജിക് ഒക്കെ എഴുതും. ഈ ലോജിക് പ്രോഗ്രാമിംഗ് ലാംഗ്വേജിന്റെ കമ്പൈലർ എന്ന് പറയും. ഈ കമ്പൈലർ ഇതിനെ ഒന്ന് ട്രാൻസ്ലേറ്റ് ചെയ്ത് 0ഉം 1ഉം ആക്കും. അതുകൊണ്ട് നമ്മൾ 0ഉം 1ഉം കോഡ് ചെയ്യേണ്ട ആവശ്യം വരത്തില്ല. നമ്മൾ പ്രോഗ്രാമിംഗ് ലാംഗ്വേജസിൽ
കോഡ് ചെയ്താൽ മതി. അപ്പൊ നമുക്ക് ഫസ്റ്റത്തെ പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് നോക്കാം, ജാവാസ്ക്രിപ്റ്റ്. ജാവാസ്ക്രിപ്റ്റിനെ കുറിച്ച് പറയണമെന്നുണ്ടെങ്കിൽ ജാവാസ്ക്രിപ്റ്റ് ഇന്നത്തെ കാലത്ത് ഏത് വെബ്സൈറ്റ് എടുത്ത് നോക്കിയാലും എല്ലാത്തിലും ജാവാസ്ക്രിപ്റ്റ് യൂസ് ചെയ്യുന്നുണ്ട്. അതിപ്പോ നമ്മളിപ്പോൾ ആഡ് ടു കാർട്ട് ചെയ്യണതായിക്കോട്ടെ, പേയ്മെന്റ് കംപ്ലീറ്റ് ചെയ്യുമ്പോൾ ആയിക്കോട്ടെ, വെബ്സൈറ്റിൽ നടക്കുന്ന എല്ലാ കാര്യങ്ങളിലും ജാവാസ്ക്രിപ്റ്റ് യൂസ് ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് തന്നെ നമ്മളിപ്പോൾ ലിങ്ക്ഡിനും നൗക്രിയും ഇൻഡീഡും ഏതെടുത്ത് നോക്കിയാലും 10,000 ജോബ് ഓപ്പർച്യൂണിറ്റീസ് നമുക്ക് അതിൽ കാണാൻ പറ്റും. ജസ്റ്റ് ഒന്ന് ലിങ്ക്ഡിനിൽ മാത്രം എടുത്ത് നോക്കിയാൽ 10,000-40,000 ഓപ്പണിങ്സ് നമുക്ക് ഇന്ത്യയിൽ കാണാൻ പറ്റും. അപ്പൊ അവിടെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത് ഇന്ത്യൻ മാർക്കറ്റിൽ ജാവാസ്ക്രിപ്റ്റിൽ ഒരുപാട് ഓപ്പർച്യൂണിറ്റീസ് ഉണ്ടെന്നാണ്. അപ്പൊ നമ്മൾ ഇവിടെ മനസ്സിലാക്കിയിരിക്കേണ്ട കാര്യം, ഇത്രയും ജോബ് ഓപ്പണിങ്സ് ഫ്രഷേഴ്സിനല്ല, ബട്ട് സ്റ്റിൽ ഫ്രഷേഴ്സിനും ഓപ്പണിങ്സ് ഉണ്ട്. പിന്നെ ജാവാസ്ക്രിപ്റ്റിന്റെ അടുത്തൊരു ബെനിഫിറ്റ് എന്താണെന്ന് ചോദിച്ചാൽ, ജാവാസ്ക്രിപ്റ്റ് നമുക്ക് വെബ്സൈറ്റിന്റെ ഫ്രണ്ട് എൻഡിൽ യൂസ് ചെയ്യാം. ഫ്രണ്ട് എൻഡ് എന്ന് പറയുമ്പോൾ നമ്മൾ വിഷ്വലി കാണുന്ന ഭാഗമാണ്. അതുപോലെ തന്നെ ഒരു വെബ്സൈറ്റിന്റെ ബാക്ക് എൻഡ് സെർവറിൽ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും. അതായത് കുറെ ലോജിക്കും കാര്യങ്ങളൊക്കെ ഉള്ള 24 hours റൺ ചെയ്തുകൊണ്ടിരിക്കുന്ന കുറെ കമ്പ്യൂട്ടേഴ്സിൽ ഇത് നമുക്ക് റൺ ചെയ്യാൻ പറ്റും. മുമ്പൊക്കെ നമുക്ക് ജാവാസ്ക്രിപ്റ്റ് കമ്പ്യൂട്ടറിന്റെ ബ്രൗസറിൽ മാത്രമേ റൺ ചെയ്യാൻ പറ്റുള്ളൂ, വെബ്സൈറ്റ്സിൽ മാത്രമേ റൺ ചെയ്യാൻ പറ്റുള്ളായിരുന്നു. പക്ഷേ Node.js പോലത്തെ ടെക്നോളജി, Node.js എന്ന് പറയുമ്പോൾ ഒരു ടെക്നോളജിയാണ്. ആ ടെക്നോളജി നമ്മൾ അലോ ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ ജാവാസ്ക്രിപ്റ്റ് എന്ന് പറഞ്ഞ ഒരു പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് സെർവറിൽ റൺ ചെയ്യാൻ ഹെൽപ്പ് ചെയ്യും. അതാണ് ചെയ്യുന്നത്. അപ്പൊ നമുക്ക് ജാവാസ്ക്രിപ്റ്റ് ഫ്രണ്ട് എൻഡിൽ യൂസ് ചെയ്യാം, ബാക്ക് എൻഡിൽ യൂസ് ചെയ്യാം. ഇതുപോലെ തന്നെ മൊബൈൽ ആപ്പ് ഉണ്ടാക്കാനും റിയാക്ട് നേറ്റീവ് പോലത്തെ ടെക്നോളജീസ് ഉണ്ട്. ഇങ്ങനെ ജാവാസ്ക്രിപ്റ്റ് പല ഏരിയാസിലും യൂസ് ചെയ്യാൻ പറ്റും. പിന്നെ ജാവാസ്ക്രിപ്റ്റ് നിങ്ങൾ പഠിക്കാൻ തീരുമാനിക്കുകയാണെന്നുണ്ടെങ്കിൽ മനസ്സിലാക്കിയിരിക്കേണ്ട ഒരു കാര്യമുണ്ട്, ജാവാസ്ക്രിപ്റ്റിന്റെ ഫണ്ടമെന്റൽസ് എല്ലാം പഠിച്ചതിന് ശേഷമേ ഞാനിപ്പോൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ Node.jsഉം അതുപോലെ തന്നെ ഫ്രണ്ട് എൻഡിൽ ഈ കോഡ് എഴുതുന്നത് കുറച്ചും കൂടി എളുപ്പമാക്കാൻ വേണ്ടി ജാവാസ്ക്രിപ്റ്റിന് റിയാക്ട് എന്ന് പറഞ്ഞൊരു ലൈബ്രറി ഉണ്ട്. അപ്പോൾ അതിലോട്ടൊക്കെ കയറുന്നതിന് മുമ്പ് നിങ്ങൾ പ്രോപ്പർലി ഫണ്ടമെന്റൽസ് ജാവാസ്ക്രിപ്റ്റിൽ പഠിക്കാം. ഇപ്പൊ നിങ്ങളുടെ ഇൻട്രസ്റ്റ് വെബ് ടെക്നോളജി, അതായത് ഈ വെബ്സൈറ്റ് ഉണ്ടാക്കുക, ഇതുപോലെ ഫ്രണ്ട് എൻഡും ബാക്ക് എൻഡും അല്ലെങ്കിൽ ഇതുപോലത്തെ കുറച്ച് വിസിബിളി കാണുന്ന കുറച്ച് കാര്യങ്ങളൊക്കെ ട്രൈ ഔട്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ അതിന് നിങ്ങൾക്ക് ജാവാസ്ക്രിപ്റ്റ് ചൂസ് ചെയ്യാവുന്നതാണ്. ഇനി രണ്ടാമത്തെ ഓപ്ഷനാണ് HTML ആൻഡ് CSS. ഓക്കെ, ഇപ്പൊ ആരെങ്കിലും വന്ന് കമന്റ് ചെയ്യുന്നുണ്ടായിരിക്കും HTML CSS പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് അല്ലെന്ന്. HTML CSS പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് അല്ല, പക്ഷേ എന്നാലും നിങ്ങൾക്ക് പഠിച്ച ബെനിഫിറ്റ്സ് ഉണ്ട്. അത് ഞാൻ പറഞ്ഞുതരാം. HTML എന്ന് പറഞ്ഞാൽ നമ്മളൊരു വെബ്സൈറ്റ് കാണുമ്പോൾ അതിന്റെ ഒരു ലേ ഔട്ട് സെറ്റ് ചെയ്യുക എന്നുള്ളതാണ് HTMLന്റെ ജോബ്. ഇപ്പൊ നമ്മളൊരു വീഡിയോ വെക്കുകയാണെന്നുണ്ടെങ്കിൽ അതിന്റെ ബ്രിക്സ് വെക്കുന്നതാണ് HTML. CSS എന്ന് പറഞ്ഞാൽ അതിന് സ്റ്റൈൽ കൊടുക്കുക, കളർ ഇത് വേണം, ഈ രീതിയിലുള്ള ഒരു ബട്ടൺ വേണം, ബട്ടന്റെ സൈഡിൽ കർവ് വേണം, ഇങ്ങനെയൊക്കെ നമുക്ക് കമ്പ്യൂട്ടറിനോട് സംസാരിക്കാൻ പറ്റുന്നത് CSS യൂസ് ചെയ്താണ്. ഇപ്പൊ HTML എന്ന് പറഞ്ഞ ഒരു മാർക്കപ്പ് ലാംഗ്വേജ് ആണ്. CSS എന്ന് പറഞ്ഞാൽ സ്റ്റൈലിങ്ങിന് യൂസ് ചെയ്യുന്ന ഒരു ഫയലാണ്. എന്തുകൊണ്ട് HTML CSS പഠിക്കണമെന്ന് വെച്ചാൽ, നിങ്ങളിപ്പോൾ ജാവാസ്ക്രിപ്റ്റ് പഠിക്കുകയാണ്, അപ്പോൾ അവിടെയും HTML CSS യൂസ് വരും. കാരണം നിങ്ങളൊരു വെബ്സൈറ്റ് ഡെവലപ്മെന്റിലോട്ടാണ് പോകാൻ ഇൻട്രസ്റ്റ് എന്നുണ്ടെങ്കിൽ എന്തായാലും HTML പഠിക്കണം, CSS പഠിക്കണം, അതിന്റെ കൂടെ തന്നെ ജാവാസ്ക്രിപ്റ്റും പഠിക്കണം. ഇനി ഞാൻ മൂന്നാമത് പറയാൻ പോകുന്ന പ്രോഗ്രാമിംഗ് ലാംഗ്വേജിലും ഈ ഒരു HTMLും CSSും ജാവാസ്ക്രിപ്റ്റ് അറിഞ്ഞിരുന്ന ബെനിഫിറ്റ് ഉണ്ട്. അത് മാത്രമല്ല, നിങ്ങൾക്ക് ഡയറക്ട്ലി ഒരു പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് പഠിക്കേണ്ട എന്ന് തോന്നുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് HTML CSS ആദ്യം ഒന്ന് ട്രൈ ഔട്ട് ചെയ്ത് നോക്കാം. അപ്പൊ നിങ്ങൾക്ക് ഇമ്മീഡിയറ്റ്ലി വിഷ്വലി എന്തെങ്കിലുമൊക്കെ കാണും. അപ്പൊ നമുക്ക് തോന്നും ഓക്കെ ഇത് കൊള്ളാം, നൈസാണ്, ബാക്കി ട്രൈ ഔട്ട് ചെയ്യാം. എന്നിട്ട് പിന്നെ ഓരോ പ്രോഗ്രാമിംഗ് ലാംഗ്വേജസ് ആയിട്ട് നോക്കാവുന്നതാണ്. ഇനി നമുക്ക് മൂന്നാമത്തെ പ്രോഗ്രാമിംഗ് ലാംഗ്വേജിലോട്ട് പോവാം. ഈ ഒരു പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് പറ്റിയാണ് ഞാൻ ആദ്യമേ പറഞ്ഞത്. 2026 ഏതൊരു ബിഗിനറിന് പഠിക്കാൻ പറ്റിയ ബെസ്റ്റ് പ്രോഗ്രാമിംഗ് ലാംഗ്വേജും അതുപോലെ ഈസി ആയിട്ട് പഠിക്കാൻ പറ്റിയ ഒരു പ്രോഗ്രാമിംഗ് ലാംഗ്വേജും അതാണ് പൈത്തൺ. പൈത്തൺ എന്ന് പറയുമ്പോൾ സിമ്പിൾ ആണ്. അത് നമ്മൾ എഴുതുന്ന രീതി ആയാലും അതിലൊരുപാട് കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളൊന്നുമില്ല. നമ്മളിപ്പോൾ പ്രോഗ്രാമിംഗ് എഴുതി പോകുന്ന സ്റ്റൈലിനെ സിൻടാക്സ് എന്ന് പറയും. നമ്മൾ പൈത്തണിൽ ഒരുപാട് സിൻടാക്സ് ഒന്നും നമ്മൾ മനസ്സിലാക്കിയിരിക്കേണ്ട കാര്യമില്ല, കാരണം ഇത് സിമ്പിൾ ആണ്. നമുക്കിപ്പോൾ ഒരു ഡേറ്റ പ്രിന്റ് ചെയ്ത് കാണിക്കണമെങ്കിൽ പ്രിന്റ് എന്ന് പറഞ്ഞൊരു കോഡുണ്ട്, അത് നമ്മൾ ജസ്റ്റ് എഴുതിയാൽ മതി. അത്ര സിമ്പിൾ ആണ്. ആ ഒരു രീതിയിൽ നമുക്ക് ഏതൊരു ബിഗിനറിനും പഠിക്കാൻ പറ്റുന്ന ഒരു ലാംഗ്വേജ് ആണ് പൈത്തൺ. അത് മാത്രമല്ല, ഈ എയുടെ കാലത്ത് ബേസ് ചെയ്തിട്ടുള്ള ആപ്ലിക്കേഷൻസ് എല്ലാം ബിൽഡ് ചെയ്യുന്നതും പൈത്തണിലാണ്. കാരണം അത്രയ്ക്ക് അഡ്വാൻറ്റേജ് പൈത്തണിലുണ്ട്. അതുപോലെ നമ്മളിപ്പോൾ നോക്കുമ്പോൾ ഈ വെബ് ഡെവലപ്മെന്റ് ആയിക്കോട്ടെ, വെബ് ഡെവലപ്മെന്റിൽ ഞാൻ നേരത്തെ പറഞ്ഞ ബാക്ക് എൻഡ് ഡെവലപ്മെന്റ് നമുക്ക് പൈത്തണിന്റെ ജാങ്കോ വെച്ച് ചെയ്യാൻ പറ്റും. നമ്മൾ നേരത്തെ ജാവാസ്ക്രിപ്റ്റിൽ Node.js വെച്ചാണ് ബാക്ക് എൻഡ് ചെയ്യണേന്ന് പറഞ്ഞതുപോലെ നമുക്ക് പൈത്തണിൽ ഒരു ഫ്രെയിംവർക്ക് ഉണ്ട്, അതാണ് ജാങ്കോ. ജാങ്കോ യൂസ് ചെയ്ത് നമുക്ക് ബാക്ക് എൻഡ് എഴുതാൻ പറ്റും. അതിൻ്റെ കൂടെ തന്നെ നേരത്തെ പറഞ്ഞ പോലെ തന്നെ HTMLും CSSും ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് ഫ്രണ്ട് എൻഡും എഴുതാൻ പറ്റും. അപ്പോൾ വെബ് ഡെവലപ്മെന്റിൽ അതുപോലെ തന്നെ AML പോലത്തെ ഫീൽഡിൽ, സൈബർ സെക്യൂരിറ്റിയിൽ, ടെസ്റ്റിംഗ്, ഡേറ്റ അനാലിസിസ്, ഡേറ്റ സയൻസ്, ഈ എല്ലാ ഫീൽഡിലും
പൈത്തൺ യൂസ് ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് പൈത്തൺ ഈ 2024 നിങ്ങൾ പഠിക്കുകയാണെന്നുണ്ടെങ്കിൽ അത് ഒരിക്കലും റിഗ്രറ്റ് ചെയ്യേണ്ടി വരത്തില്ല. പിന്നെ ഒരു കാര്യം, പൈത്തൺ മാത്രം പഠിച്ചെന്ന് പറഞ്ഞ് ജോലി കിട്ടുമെന്നല്ല ഞാൻ പറയുന്നത്. ഈ പൈത്തൺ എന്നൊരു പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് നിങ്ങൾ പഠിക്കുന്നത് ഒരു സ്റ്റാർട്ടിംഗ് പോയിന്റ് ആണ്. അതിനുശേഷം പിന്നെ അതിന്റെ മുകളിൽ ഓരോ സ്കിൽസ് നിങ്ങൾ ബിൽഡ് ചെയ്ത് വരുമ്പോഴാണ് കമ്പനീസിന് നിങ്ങൾ വാല്യുബിൾ ആവുന്നത്. കമ്പനീസ് എപ്പോഴാണ് നമുക്ക് ഒരു ഹൈ ഇൻകം തരുന്നത്? നമ്മൾ അവർക്ക് വാല്യുബിൾ ആവുമ്പോഴാണ്. ഇനി നിങ്ങൾക്ക് പൈത്തന്റെ ബേസിക്സ് ഈസി ആയിട്ടും ഫ്രീ ആയിട്ടും പഠിക്കണമെന്നുണ്ടെങ്കിൽ നമ്മൾ തന്നെ കോഡ് ടു കരിയർ എന്ന് പറഞ്ഞ ഒരു ചലഞ്ച് നമ്മൾ ചെയ്തിട്ടുണ്ട്. ഒരു 6 വീഡിയോ ഉള്ള ഒരു വീഡിയോ സീരീസ് ആണ്. ഈ വീഡിയോസ് എല്ലാം ഏകദേശം 15 മിനിറ്റൊക്കെ വരുന്നുള്ളൂ. അത് മാത്രമല്ല 30,000-ലധികം ആൾക്കാർ ഫ്രീ ആയിട്ട് പൈത്തന്റെ ബേസിക്സ് എല്ലാം പഠിപ്പിച്ചു. നല്ല ഫീഡ്ബാക്കും കമന്റ് സെക്ഷനിൽ നമുക്ക് കാണാവുന്നതാണ്. ഇതുവരെ പഠിക്കാൻ നോക്കിയിട്ട് മനസ്സിലാവാത്ത പല കാര്യങ്ങളും ഈ സീരീസിലൂടെ മനസ്സിലായെന്നും അവർ പറയുന്നുണ്ട്. അപ്പോൾ നിങ്ങളും ഇന്ന് തന്നെ ഒരു ആക്ഷൻ എടുക്കുക. വെറുതെ നോക്കിയിരുന്നിട്ട് കാര്യമല്ല. ടെക്കില് നിങ്ങൾക്കൊരു ജോബ് വേണമെന്നുണ്ടെങ്കിൽ ഈ പറഞ്ഞ 3 പോയിന്റുകളിൽ നിന്ന് നിങ്ങൾ ഒരു സ്റ്റാർട്ടിംഗ് പോയിന്റ് ചൂസ് ചെയ്യേണ്ടതുണ്ട്. അപ്പൊ നിങ്ങൾ ഇന്ത്യയിൽ ഫ്രഷേഴ്സിന് ജോബ് പോയെന്നോ നിങ്ങളെ ജോബ് കൊണ്ടുപോകുന്നൊന്നും പേടിക്കണ്ട. ഈ ഫണ്ടമെന്റൽസ് പ്രോപ്പർലി പഠിക്കുക, എയും കൂടെ യൂസ് ചെയ്യാൻ പഠിക്കുക. യൂസ് ചെയ്യാന്ന് പറയുമ്പോൾ നിങ്ങളെ പഠിക്കാൻ ഹെൽപ്പ് ചെയ്യും. ഇപ്പോൾ ഒരു പ്രോഗ്രാമിംഗ് ലാംഗ്വേജിൽ ഒരു ഡൗട്ട് വന്നാൽ ചോദിക്കാം. ഒരു ടീച്ചറായിട്ട് എനെ കരുതാം. ഇല്ല, ഇനി നിങ്ങൾ പ്രോഗ്രാമിംഗ് ചെയ്യുമ്പോൾ ഒരു എറർ വന്നാൽ അത് ഫിക്സ് ചെയ്യാൻ വേണമെങ്കിൽ ഹെൽപ്പ് ചെയ്യാം. ഇനി നിങ്ങൾ ഫണ്ടമെന്റൽ എല്ലാം പഠിച്ചു കഴിഞ്ഞാൽ എൻ്റെ അടുത്ത് പറഞ്ഞാൽ കോഡും ചെയ്തു തരും. അത് കറക്റ്റ് ആണെന്ന് മാത്രം നമ്മൾ വെരിഫൈ ചെയ്താൽ മതി. മുമ്പത്തെ പോലെ കുത്തിയിരുന്ന് കോഡൊന്നും ഇന്നത്തെ കാലത്ത് എഴുതേണ്ട കാര്യമില്ല. നിങ്ങൾ ഫണ്ടമെന്റൽ പ്രോപ്പർലി പഠിച്ചാൽ മതി. അപ്പൊ നിങ്ങൾക്ക് പൈത്തൺ യൂസ് ചെയ്ത് പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് പഠിക്കണമെന്നുണ്ടെങ്കിൽ കോഡ് ടു കരിയർ ചലഞ്ച് ചെക്ക് ചെയ്ത് നോക്കിക്കോ. ലിങ്ക് ഈ വീഡിയോയുടെ ഐ ബട്ടണിലും ആഡ് ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഡിസ്ക്രിപ്ഷനിലും കമന്റ്സിലും പിൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. വീഡിയോ കണ്ട് പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് സെറ്റ് ആയിക്കോ. പിന്നെ ഈ വീഡിയോ നിങ്ങൾക്ക് പ്രോപ്പർ ക്ലാരിറ്റി തന്നെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിനും അയച്ചു കൊടുക്കുക. 5 പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് ഒക്കെ ഒരുമിച്ച് പഠിക്കാൻ നിൽക്കുന്ന ഏതെങ്കിലും ഫ്രണ്ടോ അല്ലെന്നുണ്ടെങ്കിൽ ഇതിനെപ്പറ്റി ഒരു ഐഡിയ ഇല്ലാത്ത ഫ്രണ്ട്സ് ഉണ്ടെന്നുണ്ടെങ്കിൽ അവർക്കും ഈ വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക. അവരും പ്രോഗ്രാമിംഗ് പഠിച്ചു തുടങ്ങട്ടെ. അതുപോലെ തന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഇനി അടുത്തൊരു പുതിയ വീഡിയോയിൽ കാണുന്നവരെ ഇറ്റ്സ് മീ ജോബിൻ സൽവാനോസ് സൈനിങ് ഔട്ട്.